സെക്രട്ടേറിയറ്റ് OAS സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഗ്രന്ഥികോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ആയിട്ട് തന്നിരുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. അപ്പം നമുക്ക് കോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ് ഓൾ, നമ്മളിന്ന് പറയാൻ പോകുന്നത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന 8ാം സ്റ്റാൻഡേർഡിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ കോശം എന്ന ചാപ്റ്റർ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. കോശം എന്ന് പറയുന്നത് ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെ ആയാലും ജീവനില്ലാത്ത വസ്തുവിൻ്റെ ആയാലും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ് കോശം. അപ്പോൾ ഈ കോശങ്ങൾ നമുക്ക് എന്തുകൊണ്ട് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. കോശങ്ങൾ കാണുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പുകളാണ്. ഇപ്പോൾ നിലവിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് 2 തരത്തിലുള്ള ദർപ്പണങ്ങൾ ഉണ്ട്. അപ്പോൾ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സമതല ദർപ്പണവും 2 കോൺകേവ് ദർപ്പണവുമാണ്. അപ്പോൾ നമുക്ക് ഈ മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശത്തിലൂടെ നോക്കുമ്പോൾ ആ കോശങ്ങളെ കാണുവാനായിട്ട് സഹായിക്കുന്നത് സമതല ദർപ്പണമാണ്. അതേസമയം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റിൽ നമുക്ക് കോശങ്ങളെ കാണുവാനായിട്ട് സഹായിക്കുന്നത് കോൺകേവ് ദർപ്പണങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ ഡയഫ്രം ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കോശങ്ങളെ നല്ല രീതിയിൽ കാണാനായിട്ട് സഹായിക്കുന്നത് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ്. നമുക്കിനി കോശത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ആദ്യമായിട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കോശത്തെ നിരീക്ഷിച്ച ഒരു വ്യക്തിയുണ്ട്. അയാളാണ് റോബർട്ട് ഹൂക്ക്. ഇനി അടുത്ത കോശത്തിന് ഒരു മർമ്മം ഉണ്ടെന്നും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു റോബർട്ട് ബ്രൗൺ. 1831 അദ്ദേഹം ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. ഇനി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അതാണ് MJ ഷ്ലീഡൻ. 1838 അദ്ദേഹം സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. 1839 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? തിയോഡർ ഷ്വാൻ ആണ്. അപ്പോൾ തിയോഡർ ഷ്വാൻ ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. അടുത്തതായി പറയാൻ പോകുന്നത് കോശ സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കോശ സിദ്ധാന്തം കണ്ടെത്തിയ 2 വ്യക്തികളാണ്. ഒന്ന് തിയോഡർ ഷ്വാനും രണ്ടാമത്തെ വ്യക്തി MJ ഷ്ലീഡനുമാണ്. ഈ കോശ സിദ്ധാന്തത്തിന് 2 ആശയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് ജീവശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നും ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ കോശങ്ങളാണ് എന്നും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് ഒരു വ്യക്തി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റുഡോൾഫ് വിർഷോ. 1858 അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ഇനി നമ്മൾ പറയുന്നത് 2 തരത്തിലുള്ള ജീവികളാണുള്ളത്. കോശത്തിൽ മർമ്മമുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്നത് യൂകാരിയോട്ടുകൾ എന്നാണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ അമീബ, ജീവികൾ ആയിട്ടുള്ള സസ്യങ്ങളും ജന്തുക്കളും പിന്നെ ഏതാണ് അമീബ പോലുള്ള ജീവികളുമാണ് യൂകാരിയോട്ടുകൾ. അതായത് വ്യക്തമായിട്ടുള്ള മർമ്മമുള്ള ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മർമ്മമില്ലാത്ത ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? പ്രോകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുക. ഈ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് കോശാംഗങ്ങളെ കുറിച്ചിട്ടാണ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്ന കോശാംഗം എവിടെയെല്ലാം കാണപ്പെടുന്നു? ഊർജ്ജം നമുക്ക് കൂടുതലായി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. അതായത് നമ്മുടെ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലൊക്കെ കൂടുതലായും കാണപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതും പിന്നെ കോശത്തിന് ദൃഢതയും ബലവും നൽകുന്നത് കൊണ്ട് കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നതും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാംസ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോശാംഗം ഏതെന്നുള്ളതാണ്. മാംസ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോശാംഗം ആണ് റൈബോസോം. ഈ റൈബോസോം കോശത്തിനുള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചിലപ്പോൾ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമായിട്ടോ ചേർന്ന് കാണപ്പെടും. ഇങ്ങനെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമായി ചേർന്ന് റൈബോസോം കാണപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ നമ്മൾ പറയുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നാണ്. ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്ന് റൈബോസോം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ അറിയപ്പെടുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നാണ്. നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന
കോശാംഗമാണ് ഫേനം. ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ തരം സ്തരങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഫേനം. പണ്ടൊരിക്കൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടോണോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് ഏത് കോശാംഗത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൻസറായിട്ട് തന്നിരിക്കുന്നത് ഫേനമാണ്. ഇനി ഈ ഫേനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശത്തിനുള്ളിൽ ജലവും ലവണങ്ങളും മറ്റ് വിസർജ്യ വസ്തുക്കളുമെല്ലാം സംഭരിച്ചു വെക്കുന്നത് ഫേനത്തിനുള്ളിലാണ്. അപ്പം നമ്മൾ ഫേനം വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ പറയുന്നത് സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് ചോദിച്ചിട്ടുള്ള ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഗോൾജി കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ്. ഈ ഗോൾജി കോംപ്ലക്സ് ആണ് ശ്ലേഷ്മ സ്തരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മ സ്രവങ്ങൾ, അതുപോലെ തന്നെ ഹോർമോണുകൾ, ഇവയെല്ലാം ചെറിയ സഞ്ചികളിലാക്കി സൂക്ഷിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗോൾജി കോംപ്ലക്സുകളാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കോശത്തിൻ്റെ ഒരു പ്രധാന നിയന്ത്രണ കേന്ദ്രമായിട്ടുള്ള മർമ്മത്തെ പറ്റിയിട്ടാണ്. മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് മർമ്മകം എന്നറിയപ്പെടുന്നത്. മർമ്മത്തിനുള്ളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതാണ് മർമ്മകം. ഈ മർമ്മകമാണ് നമ്മുടെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് മർമ്മസ്തരമാണ്. ഈ മർമ്മത്തിൻ്റെ പുറം പാളിയെയാണ് നമ്മൾ മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മർമ്മരന്ധ്രമാണ്. മർമ്മസ്തരത്തിൽ കാണപ്പെടുന്ന പോഴ്സ് അഥവാ സുഷിരങ്ങൾ, അതുവഴിയിട്ട് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനം സാധ്യമാകുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മർമ്മദ്രവ്യത്തെ കുറിച്ചിട്ടാണ്. മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ ഭാഗത്തെയും കൂടി ചേർത്തിട്ടാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. ഈ മർമ്മദ്രവ്യത്തിനുള്ളിൽ കാണപ്പെടുന്നതാണ് മർമ്മകം. മർമ്മകവും മർമ്മദ്രവ്യത്തിനുള്ളിലാണ് കാണപ്പെടുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ്. ക്രൊമാറ്റിൻ ജാലിക മർമ്മത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെയാണ് കാണപ്പെടുന്നത്. മർമ്മത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക. ഈ ക്രൊമാറ്റിൻ ജാലിക എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീനുകളെയൊക്കെ സംഭരിച്ചു വെച്ചിട്ടുള്ളത് ക്രൊമാറ്റിൻ ജാലികയിലാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് കോശത്തിൻ്റെ ജീവധർമ്മ പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. കോശത്തിൻ്റെ ജീവധർമ്മ പ്രവർത്തനങ്ങളിൽ ഒന്നാമതായി പറയുന്നത് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക. രണ്ടാമതായി പറയുന്നത് പോഷകങ്ങളിൽ നിന്നും ഊർജം റിലീസ് ചെയ്യുക. പോഷകങ്ങളിൽ നിന്നും ഊർജം റിലീസ് ചെയ്യുക. മൂന്നാമതായി പറയുന്നത് അന്യവസ്തുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ കോശത്തിനുള്ളിലേക്ക് കടക്കുന്നത് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് സസ്യ ശരീരത്തിൽ പ്രത്യേക കോശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശാംഗങ്ങളുണ്ട്. അവയെ ജൈവ കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 3 തരത്തിലുള്ള ജൈവ കണങ്ങളാണ് സസ്യകോശങ്ങളിൽ ഉള്ളത്. സസ്യ ശരീരത്തിൽ 3 തരത്തിലുള്ള ജൈവ കണങ്ങളാണ് കാണപ്പെടുന്നത്: ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. ഹരിതകണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഹരിതകണം. അടുത്തതായി നമ്മൾ പറയുന്നത് വർണ്ണകണങ്ങളാണ്. ഈ വർണ്ണകണങ്ങൾ പ്രധാനമായും പൂക്കളിലും ഫലങ്ങളിലുമാണ് കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ഒരെണ്ണം കരോട്ടിനാണ്. കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകണം ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാണ് നൽകുന്നത്. അടുത്തതായി പറയാൻ പോകുന്ന വർണ്ണകണമാണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തതായി പറയുന്നത് സാന്തോഫിലാണ്. സാന്തോഫിൽ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള വർണ്ണകണങ്ങളാണ് എവിടെയുള്ളത്? സസ്യകോശങ്ങളിൽ ഉള്ളത്. അടുത്തത് ശ്വേതകണങ്ങളാണ്. ശ്വേതകണങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് ആഹാരം സംഭരിക്കുന്ന സസ്യങ്ങളിലെ ആഹാരം സംഭരിക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ശ്വേതകണങ്ങൾ കാണപ്പെടുന്നത്. ശ്വേതകണങ്ങൾക്ക് എന്തില്ല? നിറമില്ല. അതേസമയം ഹരിതകണങ്ങൾ പച്ച നിറത്തിലും ആയിരിക്കും. നമ്മുടെ ഫലങ്ങളൊക്കെ പാകമാകുന്ന സമയത്ത് ഈ ഹരിതകണങ്ങൾ എന്തായി മാറുന്നുണ്ട്? വർണ്ണകണങ്ങളായിട്ട് മാറുന്നുണ്ട്. ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുകയും അതുപോലെ തന്നെ അന്നജം ഗ്ലൂക്കോസായി മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫലങ്ങൾ പാകമായി പഴുത്തു എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജന്തു ശരീരത്തിൽ പ്രധാനപ്പെട്ട 2 തരം കോശാംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് സെൻട്രോസോമാണ്. ഇത് എവിടെ കാണപ്പെടുന്നില്ല? സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നില്ല. കോശ വിഭജനത്തിന് പ്രധാനമായും സഹായിക്കുന്ന ഭാഗമായിട്ടുള്ള സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിലാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് ലൈസോസോമാണ്. ഈ ലൈസോസോമും ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇത് സസ്യകോശങ്ങളിൽ കാണപ്പെടാറില്ല. ഈ ലൈസോസോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന അന്യവസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. രാസാഗ്നികൾ പുറപ്പെടുവിച്ചുകൊണ്ട് കോശ ശരീരത്തിനുള്ളിൽ കടക്കുന്ന അന്യവസ്തുക്കളെ പ്രതിരോധിക്കുകയാണ് ലൈസോസോം ചെയ്യുന്നത്. ഇതെല്ലാമാണ് നമ്മുടെ കോശത്തെക്കുറിച്ച് നമുക്കിന്ന് നോക്കാനുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്